അപ്പോ മുത്തശ്ശി പറയുന്ന നേരല്ലേ? എന്ത്? തനിക്ക് മൂക്കിന്റെ തുമ്പത്താശുണ്ടീന്ന്. ചുമ്മാതാണോ ഇത്രയും വലിയ മൂക്ക്? പൂജ, ഞാൻ അത്രയൊന്ന് പറഞ്ഞപ്പോഴേക്കും പിണങ്ങിയല്ലേ? ഞാൻ പിണങ്ങിയാൽ എന്ത്, പിണങ്ങിയില്ലെങ്കിൽ എന്ത്? തനിക്ക് തന്റെ കാര്യം മാത്രമാണല്ലോ വലുത്. അങ്ങനെ ആയിരുന്നു മുൻപ്. പക്ഷേ ഇപ്പൊ ഞാൻ ഒരുപാട് മാറി. എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് തന്നെ കുറിച്ചുകൂടി ഓർക്കാതെ ഇപ്പൊ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതും ഔദാര്യമായിരിക്കുമല്ലോ അല്ലേ? അല്ല, സ്നേഹം, ആരാധന, അതിനപ്പുറം എന്തൊക്കെയോ. ഞാനീ പറഞ്ഞതൊക്കെ തന്നെ അകറ്റാൻ വേണ്ടിയല്ല, അകന്നു പോവോ എന്നുള്ള ഭയം കൊണ്ടാ. പൂജ, നഷ്ടബോധം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. കോളേജ് പ്രണയത്തിലെ വേറൊരു ചാബല്യത്തിനപ്പുറം തന്റെ മനസ്സ് കാണാൻ കഴിയാതെ പോയതിലുള്ള നഷ്ടബോധം. ഒരു പക്ഷേ അന്ന് എനിക്കത് തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ നഷ്ടം തനിക്കല്ലാതെ എനിക്കാ. ഒരു പക്ഷേ അത്രത്തോളം ഭാഗ്യം ചെയ്ത പെണ്ണാവില്ല ഞാൻ. പൂജ, തന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, തൻ്റെ മനസ്സറിയാതെ പറഞ്ഞതുമല്ല. എനിക്കറിയായിരുന്നു എന്ത്? താൻ എന്നെ വിട്ടു പോവില്ല എന്ന്. എൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ആദ്യം കണ്ട ദിവസം എനിക്ക് തന്നോട് മനസ്സ് തുറക്കായിരുന്നു. അങ്ങനെയൊന്നും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാ. ഉള്ളിൽ എനിക്ക് വല്ലാത്ത ഭയമായിരുന്നു. താൻ എൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഞാൻ പറഞ്ഞ സമയം കളഞ്ഞു. പിന്നെ താൻ ഇങ്ങനൊരു കുരുക്കിൽ ചെന്ന് ചാടുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞാൽ ഉള്ളടപ്പോടെ നഷ്ടപ്പെടുമെന്നുള്ളൊരു ആദ്യമായിരുന്നു. പറയാൻ ഒരുപാട് തവണ അടുത്ത് വന്നതാ. ഫ്രണ്ട്സൊക്കെ ഒരുപാട് നിർബന്ധിച്ചതുവാ. പക്ഷേ അമിത സ്നേഹം കൊണ്ട് ഒന്നിനും എനിക്ക് പറ്റിയില്ല. താൻ എൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറയുന്നുള്ള പേടിയായിരുന്നു. ഒടുക്കം ഞാൻ പേടിച്ചെന്നെ സംഭവിച്ചു. ആദി, അന്ന് വല്ലാതെ തകർന്നു പോയല്ലേ? മരിച്ചാലോന്ന് വരെ ആലോചിച്ചതാ. എന്താടോ താനെന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞ സത്യമാ. അല്ല, ഇത്ര ദുർബല ഹൃദയനായ താനാണല്ലോ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് 2 തവണ മരണത്തിൽ നിന്ന് കരകയറ്റിയതെന്ന് ആലോചിച്ചപ്പോ ചിരിച്ചു പോയതാ.
ഇപ്പൊ മനസ്സിലായല്ലോ, ഉപദേശിക്കാൻ എളുപ്പം, സ്വന്തം കാര്യത്തിൽ പ്രാവർത്തികമാക്കാനാ പാട്. അപ്പോ താൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്താന്നും പറയാത്തത്? എന്നാ ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. എന്നെ ഞാൻ പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അതന്നെയാ എന്നും എന്റെയും പേടി. ഇതുപോലെ ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് പോലും